ഒരു കഥ சொல்லிட்டா സാർ. ഞാൻ എൻ്റെ അഭിനയ ജീവിതം തീരുന്നതിന് മുമ്പ് മലയാള സിനിമ എൻ്റെ പേരിൽ എവിടെയെങ്കിലും നമുക്ക് അറിയപ്പെടും. അത് വാശിയാണ്, എൻ്റെ കോൺഫിഡൻസ് ആണ്, എൻ്റെ വിശ്വാസമാണ്. മലയാള സിനിമയ്ക്ക് എനിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഏക സമർപ്പണം അതാണ്. കൊടുത്ത വാക്കിനിത് മതിയാകുമോ എന്നറിയില്ല. എനിക്കൊന്നും പറ്റില്ല എൻ്റെ ഹസ്ബൻഡിനെ ഇങ്ങനെ വിട്ടുകൊടുക്കാനും ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യിക്കാനായിട്ടും. കരയുകയും ചെയ്ത് അത് ഉള്ളിൽ തട്ടും. തച്ച പറയുവാണെങ്കിൽ നമ്മൾ കരഞ്ഞു പോകും. കരഞ്ഞു പോയി. നിങ്ങൾ മരണമാസല്ല, കൊല്ലമാസം. സത്യത്തിൽ ഇത്തരത്തിലൊരു ഫുൾ ലെങ്ത് മൂവി തിയേറ്ററിൽ പോയി കണ്ടിട്ട് 10 വർഷമായി. ഈ ആടുജീവിതത്തിന് വേണ്ടിയായിരുന്നു ഞാനും 10 വർഷം കാത്തിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. മലയാള സിനിമ അടുത്ത ഘട്ടത്തിലേക്ക് വളർന്നു കഴിഞ്ഞു എന്നെനിക്ക് നിസ്സംശയം പറയാൻ പറ്റും. ഒരൊറ്റ വെള്ളിയാഴ്ചയല്ലേ മാസ്റ്റർ സിനിമയിൽ കാര്യങ്ങൾ തീരുമാനമാവുന്നത്. ഇത് അവന്റെ വെള്ളിയാഴ്ചയാണ്. അങ്ങേരുടെ ബോഡി ട്രാൻസ്ഫോർമേഷൻ ഉണ്ടല്ലോ, ആ ഫ്രെയിം കാണാൻ വേണ്ടിയിട്ട് ഈ സിനിമ വർത്താണ്. ഞാൻ ശരിക്കും ഇംപ്രസ്ഡ് ആയി. ഈ അടുത്ത കാലത്ത് അങ്ങനെ ഒരു കഥ വന്നിട്ടില്ല. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പണം ചിലവഴിച്ച ചിത്രമെന്ന വിശേഷണത്തിനപ്പുറം മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ മാനുഷിക അധ്വാനം വേണ്ടി വന്ന എന്ന സിനിമ എന്ന തലക്കെട്ടിൽ കൂടിയാകും ആടുജീവിതം അറിയപ്പെടുക. ഇതാണ് ഡെഡിക്കേഷൻ, പ്യുവർ ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ അത്ര എക്സ്ട്രീം ലെവലായിട്ട് പുള്ളിക്കാരത് ചെയ്തിട്ടുണ്ട്. നെഞ്ചിലെ ധൈര്യവും ചെയ്യുന്ന തൊഴിലിനോടുള്ള ആത്മാർത്ഥതയും അത് ധാരാളം മതി എന്റെ നായകൻ. എന്റെ കരിയറിലെ ബെസ്റ്റ് അടിയായിരുന്നു ഇത്. സായിപ്പന്മാർ ഇതിനെ എഫേർട്ട് എന്നൊക്കെ വിളിക്കും. ഈ എഫേർട്ടാണ് അളിയ ഈ അത്ഭുതങ്ങളൊക്കെ സൃഷ്ടിക്കുന്നത്. എനിക്ക് ഈ സിനിമയെക്കുറിച്ചുള്ള ഏറ്റവും മുഴച്ചു നിൽക്കുന്ന ഓർമ്മ എന്ന് പറഞ്ഞാൽ വിശപ്പാണ്. ഞാനിങ്ങനെ വിശപ്പ് സഹിക്കാതെ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഇതായിരിക്കുമല്ലോ മൂപ്പർ അനുഭവിച്ചിട്ടുണ്ടാവുക. ഞാൻ അന്ന് അവിടെ അനുഭവിച്ച അതേ രീതി തന്നെയാണ് ഈ പടത്തിന് ഇപ്പോൾ അതേപോലെ തന്നെയാണ്. പറയാനൊന്നും പറ്റുന്നില്ല. ബ്ലസ്സി എന്ന സംവിധായകന്റെ ഫോക്കസ് ആണ് ഈ സിനിമ സംഭവിക്കാനുള്ള ഏറ്റവും വലിയ കാരണം. The architect of the plan and the master brain behind its execution. കഴിഞ്ഞ 16 വർഷങ്ങൾ ഒരൊറ്റ സിനിമയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം ചെലവഴിച്ചതെന്ന് പറയുന്നത്. കൂടുതലൊന്നും പറയുന്നില്ല. ഇത് സിനിമയാക്കാൻ ഇന്നിപ്പോ മലയാളത്തിൽ പ്രതാപൻ സാർ അല്ലാതെ വേറെ ഒരുത്തനുമില്ല. Big fan of your work. Glad. അന്ധകൂപത്തിൽ കിടക്കുന്ന മലയാള സിനിമയെ കരകയറ്റാൻ ഉദയനെ പോലുള്ളവർ വന്നേ പറ്റൂ. എ.ആർ. റഹ്മാന്റെ വർക്ക് എന്ന് പറഞ്ഞാൽ പെരിയോനെ വാക്കുകളില്ല സത്യം പറഞ്ഞാൽ. എന്നെ ഏൽപ്പിച്ച കാര്യം ഞാൻ ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട്. ഒന്നുപോലെ കൈയിങ്ങടാ കലക്കി കലക്കിന്ന് പറഞ്ഞാൽ പോലെ കലക്കി. വേറെ ലെവൽ വേറെ ലെവൽ. ഓസ്കാറിന് നോമിനേഷൻ കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും കിട്ടും. നാഷണൽ അവാർഡ് ഉറപ്പാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് കിട്ടും, ഡയറക്ഷന് കിട്ടും, എല്ലാത്തിനും കിട്ടും. ഇതിലല്ല അതില്